അത് ഒരു പ്രാവശ്യമല്ല, ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് പൊട്ടി വീഴുന്നത്. ഇപ്പൊ ഇന്ന് വീണ്ടും മഴയത്തത് പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായി. പല തവണ നമ്മളെ അധികാരികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്, പെട്ടെന്ന് ചെയ്യണം, അവിടെ വീടുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഭീഷണിയാണ്. 2-3 വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചിട്ടാണുള്ളത്. ആ വീടൊക്കെ ഇപ്പം വീഴുന്ന അവസ്ഥയാണ് എന്നത് എത്രയും വേഗം പണി തീർക്കണമെന്ന് പറയാം. പക്ഷേ ഒരു നടപടിയും എന്നതിന്റെ ഭാഗത്തുണ്ടായില്ല. ഗൾഫാർ ഗ്രൂപ്പാണ് ഇപ്പോൾ കമ്പനി ആ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അവരും സ്ലോ ആയിട്ട് വർക്ക് കൊണ്ടുവന്ന് വർക്ക് തീരെ മുന്നോട്ട് പോകുന്നില്ല. വടകരയിൽ ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അത്ര പ്രശ്നമാണ്. മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു ട്രാഫിക് ജാമിന്റെ ഭാഗമായിട്ട്. കാരണം സർവീസ് റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ആളുകൾക്ക് തീരെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഏറ്റവും രൂക്ഷമായ പ്രശ്നം. ഈ 2 അടിയന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് ജനപ്രതിനിധികൾ കലക്ടറെ കാണാൻ വേണ്ടി വന്നത്. വൈകുന്നേരം ഞങ്ങളിവിടെ സമരം ഇരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ കലക്ടർ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ വരും. കലക്ടർ NH ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. 8 മണിക്ക് ഉദ്യോഗസ്ഥന്മാരിവിടെ വരും. ആ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിട്ട് എന്താണ് തീരുമാനമെന്ന് അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട കാര്യം തീരുമാനമെടുക്കും. നാളെ വടകരയിൽ ഞങ്ങൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ കലക്ടർ വരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലം കലക്ടർ സന്ദർശിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ പോസിറ്റീവായി കലക്ടർ ഈ സമീപനം എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ സമരം ഇരിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ 8 മണിക്ക് NHന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരെന്താണോ പറയുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ തന്നെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചാർജുള്ള റവന്യൂ മിനിസ്റ്റർ ബന്ധപ്പെട്ടിട്ടുണ്ട്, CM-നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. CM-നെ കിട്ടിയിട്ടില്ല. CM-നെ ഉടനെ അപ്പം അതുകൂടി ബന്ധപ്പെട്ട് എന്താണ് പരിഗണിക്കാൻ നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മുൻ പ്രസിഡന്റുണ്ട്, മെമ്പർമാരുണ്ട്. ഞങ്ങളെല്ലാവരും വന്നത് ഇതിനൊരു തീരുമാനമാകാനാണ്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. അത്രയേറെ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചിട്ട് ദിവസങ്ങളെ പല മീറ്റിങ്ങുകളും ഞങ്ങളിത് ബന്ധപ്പെട്ട NHന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറിയിച്ചതാണ്. പല മീറ്റിംഗും ചേർന്നു. തീരുമാനം ഉടനെ ഉണ്ടാകും, പെട്ടെന്ന് പരിഹരിക്കും എന്ന് പറയാനല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇത് തിരിച്ചു പോകാൻ പറ്റില്ല. ഇതിന് ഇവിടുന്ന് കർശനമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഞങ്ങൾ ആ തരത്തിലുള്ള സമരവുമായിട്ട് പോകും. ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. NHന്റെ ആളുകൾക്ക് ഒരു തീരുമാനം അനുകൂലമായി വരുന്നത് വരെ.